ബിഗ് ബോസ് സീസൺ 6 കോമണേഴ്സ് പ്രൊമോയും ലോഗോയും എല്ലാം തന്നെ വന്നിരിക്കുകയാണ്. എല്ലാം ഷടപടേന്നായിരുന്നു. കാരണം ഇന്നലെ രാത്രി കൊണ്ടാണ് പെട്ടെന്ന് ലോഗോയും വളരെ പെട്ടെന്ന് കോമണേഴ്സ് പ്രൊമോയും എല്ലാം വന്നത്. അപ്പോൾ ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ഫെബ്രുവരി 25 ഞായറാഴ്ചയ്ക്ക് വേണ്ടിയാണ്. അന്നാണ് ഫെബ്രുവരി 25 ഞായറാഴ്ചയാണ് ബിഗ് ബോസ് സീസൺ 6ന്റെ ഗ്രാൻഡ് ലോഞ്ചിങ്. ഇനി പ്രഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ അവസാനിപ്പിക്കാനുള്ള സമയമായി. ഇനി ചെറുതായിട്ട് നമുക്ക് കൺഫേംഡ് ലിസ്റ്റിലേക്കൊക്കെ പോകാനുണ്ട്. അപ്പോൾ പ്രഡിക്ഷൻ ലിസ്റ്റുകളുടെ ഫൈനൽ പാർട്ട്, ബിഗ് ബോസിൽ നിന്ന് ഓഡീഷൻ കോൾ പോയ ആളുകളുടെ ഫൈനൽ പാർട്ട് വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. 50 പേരുടെ പേരുകളാണ് ഞാൻ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 50 കണ്ടസ്റ്റൻസ് എന്ന് പറയാറായിട്ടില്ല. ബിഗ് ബോസിൽ നിന്ന് കോള് പോയ കണ്ടസ്റ്റൻസ് ആവാൻ കോള് പോയ 50 പേരുടെ പേരുകളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം, ഒട്ടും തന്നെ സമയം കളയണ്ട. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ബിഗ് ബോസ് സീസൺ 6ന്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിൽ ആദ്യം മുതൽ ഇടം പിടിച്ചൊരു വ്യക്തി തന്നെയാണ് നമ്മുടെ കസ്തൂരിമാൻ സീരിയലിൽ ജീവയായിട്ട് അഭിനയിച്ചിരുന്ന ശ്രീറാം. അത് ആദ്യം മുതൽ നമ്മളിട്ട പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിൽ ഉൾപ്പെടെ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അപ്ലോഡ് ചെയ്ത പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിൽ ശ്രീറാം ഇടം പിടിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ 6ൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ ഒരു പേര് തന്നെയാണ് ശ്രീറാമിൻ്റേത്. ഏഷ്യാനെറ്റിൽ പണ്ട് തൊട്ടേ സീരിയലുകളിലായിക്കോട്ടെ സിനിമകളിലായിക്കോട്ടെ അഭിനയിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ശ്രീറാം എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് പറയാനുള്ളത് ജിത്തു വേണുഗോപാൽ ഇപ്പോഴും റീസെൻ്റ് ആയിട്ട് ഏഷ്യാനെറ്റിൽ സീരിയലുകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ജിത്തു വേണുഗോപാലിനും ബിഗ് ബോസ് സീസൺ 4ലും 5ലും പ്രൊഡിക്ഷൻ ലിസ്റ്റുകൾ ഉണ്ടായ ഒരു വ്യക്തി തന്നെയാണ്. ജിത്തു വേണുഗോപാൽ സീതാ കല്യാണം സീരിയലിലൂടെയാണ് ഫെയിം ആയത്. സീതാ കല്യാണം സീരിയലിൽ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്തിരുന്ന 4 പേരിൽ ഒരാളായിരുന്നു നമ്മുടെ ജിത്തു വേണുഗോപാൽ. ബാക്കി ഉണ്ടായിരുന്ന നമ്മുടെ അനൂപ്, ധന്യ, അനീഷ, ഇവർ 3 പേരും ബിഗ് ബോസിൽ പോയിട്ടുണ്ട്. 4ഉം 5ഉം ഒക്കെ ആയിട്ട് ഇവരെല്ലാവരും ബിഗ് ബോസിൽ പോയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇനി ജിത്തു വേണുഗോപാലും കൂടിയാണ് ഉള്ളത്. അന്ന് തന്നെ പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിൽ ഉള്ളൊരു പേരായിരുന്നു. ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്തത് പറയാനുള്ളത് ജാസ്മിൻ ജാഫർ നിങ്ങൾക്കറിയാം, ഒരു ബ്യൂട്ടി വ്ളോഗറാണ്. അതിലുപരി ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കുക്ക് വിത്ത് കോമഡിയിലെ ഫെയിമാണ് പുള്ളിക്കാരത്തി. അതിനകത്തും ഉണ്ടായിരുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ ജാസ്മിൻ ജാഫറും ആദ്യം മുതലുള്ള പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിൽ ഇടം പിടിച്ച ഒരാൾ തന്നെയാണ്. അടുത്തത് പറയാനുള്ളത് നിക് സാന്റിൽ ലോബി. ഒട്ടനവധി നല്ല വീഡിയോസ് തൻ്റെ യൂട്യൂബ് ചാനൽ വഴി പങ്കുവെക്കുന്ന അദ്ദേഹത്തിന് ഒരുപാടധികം ഫാൻ ബേസും ഉണ്ട്. ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു അസറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ നല്ല കണ്ടന്റുകൾ ഉണ്ടാക്കിയാണെങ്കിൽ ബിഗ് ബോസിൻ്റെ വിജയി ആവാൻ വരെയും സാധ്യത ഉള്ള അത്രയേറെ ഫാൻ ബേസും ഇഷ്ടപ്പെടുന്നവരും ഉള്ള ഒരാൾ തന്നെയാണ് നിക് വ്ലോഗ്സ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് പറയാനുള്ളത് ഫിലിം ഫോട്ടോഗ്രാഫറും ബിഗ് ബോസിൻ്റെ 4-5 കോൺട്രവേഴ്സീസിൽ എല്ലാത്തിലും ഇടം പിടിച്ചിട്ടുള്ള ഷാലു പയ്യാടിൻ്റെ പേരാണ്. ഷാലു പയ്യാട് നിങ്ങൾക്ക് അറിയാം, അഖിൽ മാരാർ, ഡോക്ടർ റോബിൻ, ഈ 2 പേര് കേട്ട ബിഗ് ബോസിന് അറിയാവുന്ന എല്ലാവർക്കും ഷാലു പയ്യാടിനെ അറിയാമായിരിക്കും. ഡോക്ടർ റോബിനായിട്ടുള്ള കോൺട്രവേഴ്സീസും അഖിൽ മാരാറിനെ സപ്പോർട്ട് ചെയ്യുന്നതും അഖിലിനെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്നതും ആ ഒരു സമയത്ത് ഷാലു പയ്യാടാണെന്നുള്ള കാര്യം അഖിൽ മാരാർ തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. ഷാലുവിന് ബിഗ് ബോസിലേക്ക് വരാനായിട്ട് അഖിലിൻ്റെ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് അന്ന് അഖിൽ മാരാർ പറഞ്ഞിട്ടുള്ളതാണ്. ഷാലു പയ്യാടിനും ഇഷ്ടപ്പെടുന്നവരുമുണ്ട്, അതുപോലെ തന്നെ ഇഷ്ടക്കേട് ഉള്ളവരുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഷാലു പയ്യാടിൻ്റെ പേരും ഏകദേശം ബിഗ് ബോസിൽ ഉറപ്പിച്ചൊരു പേര് തന്നെയാണ്. അടുത്തതാണ് സായി കൃഷ്ണ. സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന എല്ലാ വിഷയങ്ങളും എടുത്ത് കണ്ടന്റ് റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടേ പുള്ളിയുടെ വീഡിയോസ് ചെയ്യാറുള്ളൂ. എല്ലാത്തിനും ഒരു യുണീക്ക് ടച്ചോടുകൂടിയാണ് പുള്ളിയുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത്. വളരെ ന്യായമായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന അതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സായി കൃഷ്ണനെ. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. സായി കൃഷ്ണയുടെ പേരും തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ 6ന്റെ ആദ്യം മുതലുള്ള പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിലും എല്ലാം ഉൾപ്പെട്ടിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ സീസണിൽ പുള്ളിക്കാരനെ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്തത് പാർവതി ബാബുവാണ്. നമ്മുടെ മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലെ ആങ്കറാണ്. ഒരു ആങ്കറിങ് ജോബിലൂടെ ഇത്രയേറെ ഫാൻ ബേസ് ഉണ്ടാക്കിയ മറ്റൊരു ആങ്കറും ഇതുവരെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം ഏകദേശം 1 മില്യണോളം ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലും അത്രയും തന്നെ യൂട്യൂബിലൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. ഇപ്പോൾ ഷോർട്ട് ഫിലിമുകളിലും ആക്റ്റീവായിട്ട് അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ട്. സിനിമയിലേക്കും കയറുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. പാർവതിയെ നമുക്ക് ബിഗ് ബോസ് സീസൺ 6ൽ ഏകദേശം ഉറപ്പിക്കാവുന്ന ഒരു പേര് തന്നെയാണ്. ഏകദേശം ഉറപ്പിച്ച് ഘട്ടത്തിൽ തന്നെയാണ് പാർവതി ബാബു നിൽക്കുന്നത്. അടുത്തത് നമ്മുടെ കെ ടൗൺ ഹോട്ടലിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള യാദിലെ ഇക്ബാൽ. നമ്മുടെ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ഇഷ്ടംമാരെ ഗീവ് അവേസ് ആളുകൾക്ക് കിട്ടി. നമ്മുടെ 15 Pro Max ഐഫോൺ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വലിയ ഗീവ് അവേസ് ആണ് പുള്ളിയുടെ ഇൻസ്റ്റാ പേജ് വഴി ആളുകളിലേക്ക് എത്തിക്കുന്നത്. അതിലുപരി നമ്മുടെ അർജൻറ്റീന ഫാൻ എന്നുള്ള ഒരുപാടധികം ഫോളോവേഴ്സ് അത്തരത്തിലും പുള്ളിക്കുണ്ട്.
എന്തായാലും ബിഗ് ബോസ് സീസൺ 6ലേക്ക് വരികയാണെങ്കിൽ നല്ല ഒരു കണ്ടസ്റ്റൻ്റായി നിൽക്കാനായിട്ട് വളരെയധികം ചാൻസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് യാദിൽ എം ഇക്ബാൽ. അടുത്തത് നമുക്ക് പറയാനുള്ളത് നൂറിൻ ഷെറീഫാണ്. നിങ്ങൾക്കറിയാം അഡാർ ലവ് ഫെയിമാണ്. അഡാർ ലവ് എന്ന സിനിമയിലൂടെയാണ് ഫെയിം ആയെങ്കിലും കുറച്ചധികം സിനിമയിൽ വേറെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അഡാർ ലവ് കിട്ടിയ ആ ഒരു പേരും പ്രശസ്തി മറ്റൊന്നിലും കിട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 6ൽ നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും ബിഗ് ബോസിൽ വരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ്. അടുത്തത് ശില്പ ബാല ഇപ്പോൾ റീസെൻ്റായിട്ട് ആങ്കർ ആണെങ്കിലും ആദ്യം സിനിമ ഇൻഡസ്ട്രിയിലൂടെയാണ് നമ്മുടെ ഈ ഒരു മോളിവുഡ് ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. പിന്നീടാണ് ഈ ഒരു ആങ്കറിംഗിലേക്ക് മാറിയതും. ഇപ്പോൾ സിനിമയിൽ അത്ര ആക്റ്റീവ് അല്ല, എന്നാലും നമ്മുടെ ഫ്ലവേഴ്സ് ടിവിയിലും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ അത് ആങ്കറിംഗ് ജോബ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സൺഡേസിൽ വരുന്ന ഏഷ്യാനെറ്റിലെ പ്രോഗ്രാമൊക്കെ ഹോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ശില്പ ബാലയുടെയും പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ആദ്യം മുതൽ ഉള്ള ഒരു പേര് തന്നെയാണ്. നമുക്ക് ഏകദേശം പ്രതീക്ഷിക്കാവുന്ന ഒരാൾ തന്നെയാണ് ശില്പ ബാല. അടുത്തത് ജീവ നമ്പ്യാരാണ്. ജീവ നമ്പ്യാരെ നിങ്ങൾക്ക് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പേർക്ക് അറിയില്ല, കാരണം ഇൻസ്റ്റയിലും സോഷ്യൽ മീഡിയയിലൊക്കെ അത്ര ഫോളോവേഴ്സ് ഒന്നും ഉള്ളൊരു വ്യക്തിയല്ല. ഒരു ഫാഷൻ മോഡലാണ്. ബിഗ് ബോസിൽ നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസിന് ഒരു അസറ്റായിട്ട് മാറാനായിട്ട് ചാൻസ് ഉണ്ട്. അടുത്തത് 12ാമതായിട്ട് പറയാനുള്ളത് അസ്ലാം മാർലി നിങ്ങൾക്ക് മിക്കവർക്കും അറിയാൻ പറ്റും. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കുന്നതും ആയിട്ടുള്ളൊരു യൂട്യൂബർ തന്നെയാണ്, ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ്. നമ്മുടെ ജാസ്മിൻ ജാഫറും അതോടൊപ്പം തന്നെ അസ്ലാം മാർലിയും തമ്മിലുള്ള ഇഷ്യൂസൊക്കെ യൂട്യൂബിൽ നല്ല രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല കോൺട്രവേഴ്സീസിലൊക്കെ ഏർപ്പെട്ടിട്ടാണ് ഇവർ രണ്ടുപേരും നിൽക്കുന്നത്. ഇവർ രണ്ടുപേരും ബിഗ് ബോസിലേക്ക് ഒന്നിച്ച് വരികയാണെങ്കിൽ അടി കാണാമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അത്തരത്തിലൊന്നും സംഭവിക്കാനായിട്ടുള്ള ചാൻസ് ഇല്ല. ഇവർ തമ്മിൽ പണ്ട് ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. ഇപ്പോഴും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകാനായിട്ടായിരിക്കും ബിഗ് ബോസിൽ വന്നാൽ ചാൻസ് കൂടുതൽ. അസ്ലാം മാർലിയുടെ പേരും ബിഗ് ബോസ് സീസൺ 6ൻ്റെ ആദ്യം മുതലുള്ള പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ 6ൽ നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. വരാനായിട്ടുള്ള ചാൻസസ് വേറെയാണ്. അടുത്തത് ബിഗ് ബോസ് സീസൺ 2, 3, 4, 5 ഈ എല്ലാ സീസണുകളിലും പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ള ഋഷിൻ മോഹൻ. പുള്ളി ഒരു സീരിയൽ ആക്ടറാണ്. ഒരുപാടധികം സീസണുകളിൽ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ള ഒരാൾ തന്നെയാണ്. ബിഗ് ബോസിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിലും ആദ്യത്തെ പേര് തന്നെ ആയിരിക്കും പുള്ളിയുടേത്. അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ 6ൽ നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. സീസൺ 6ൽ വരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ്. ഇത്രയും സീസണായിട്ട് പുള്ളിയെ കൊണ്ടുവരാനായിട്ട് ബിഗ് ബോസിന് സാധിച്ചിട്ടില്ല. ഇപ്പോഴും സീരിയലുകളിൽ റീസെൻ്റായിട്ട് അഭിനയിച്ചുകൊണ്ടിരിപ്പുണ്ട്. എന്തായാലും ഈ പ്രാവശ്യം ബിഗ് ബോസ് സീസൺ 6ൽ ഉൾപ്പെടാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ്. അടുത്തത് നമ്മുടെ അശ്വതി. ഉപ്പും മുളകിലൂടെയാണ് ആദ്യമായിട്ട് വന്നത്. കുറച്ച് നാളുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ആ ഒരു ഷോയിൽ നിന്ന് മാറി ഇപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് ടിവിയിലൊക്കെ ഒരുപാടധികം പ്രോഗ്രാമിൽ സ്റ്റാർ മാജിക് പോലുള്ള പ്രോഗ്രാമുകളിൽ ഇപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. ബിഗ് ബോസ് സീസൺ 6ൽ നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും സീസൺ 6ൽ ഒരു കണ്ടസ്റ്റൻ്റായിട്ട് വരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ്. അടുത്തത് അമയ പ്രസാദ് മറ്റേ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ട്രിവാൻഡ്രം പ്രസിഡന്റ് ആണ്. പുള്ളിക്കാരത്തേക്കും ബിഗ് ബോസ് സീസൺ 6ൽ നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. സീസൺ 5ൻ്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായ ഒരു വ്യക്തി തന്നെയാണ്. ബിഗ് ബോസ് സീസൺ 6ൽ എന്തായാലും വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. വരികയാണെങ്കിൽ എന്തായാലും ബിഗ് ബോസിന് അതൊരു അസറ്റായിട്ട് മാറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് നീതു. യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഒറ്റക്കാണ് പുള്ളിയുടെ എല്ലാ കണ്ടന്റുകളും ക്രിയേറ്റ് ചെയ്യാറുള്ളത്. യൂട്യൂബിൽ ഒട്ടനവധി ക്യാരക്ടേഴ്സായിട്ട് ഒരു വീഡിയോയിൽ താൻ തന്നെ അഭിനയിക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള യുണീക്ക് ടച്ചുള്ള വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ്. അതിലുപരി നല്ല ഫോളോവേഴ്സും ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. ബിഗ് ബോസ് സീസൺ 6ൽ നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും സീസൺ 6ൽ വരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ്. അതിലുപരി നമുക്ക് അടുത്തത് പറയാനുള്ളത് പത്മാലക്ഷ്മി. നമുക്ക് 17ാമതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നതാണ് പത്മാലക്ഷ്മി. ഒരു അഡ്വക്കേറ്റ് ആണ്. അതുപോലെ തന്നെ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഫസ്റ്റത്തെ LLB എടുത്ത് അഡ്വക്കേറ്റ് ആയ ഒരു വ്യക്തിയാണ് പത്മാലക്ഷ്മി. ബിഗ് ബോസ് സീസൺ 5ൻ്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വ്യക്തി തന്നെയായിരുന്നു. ബിഗ് ബോസ് സീസൺ 6ലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു അസറ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ 6ൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്തത് 18ാമതായിട്ട് പറയാനുള്ളത് മഞ്ജുഷ മാർട്ടിൻ നിങ്ങൾക്കറിയാം. സാന്ത്വനം സീരിയലിൽ കുറച്ച് നാൾ അഭിനയിച്ചിരുന്നു. അതിനുശേഷം നിങ്ങൾക്കറിയാം ഡാൻസറാണ് പുള്ളിക്കാരത്തി. ഒരുപാടധികം ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സും യൂട്യൂബ് ഫോളോവേഴ്സൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ആയിട്ട് ഷോർട്ട് വീഡിയോ നല്ല ഡാൻസ് സ്റ്റെപ്പുകളുള്ള ഷോർട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് ഒട്ടനവധി ഫാൻസിനെ സമ്പാദിച്ച ഒരാൾ തന്നെയാണ്. അഡ്വക്കേറ്റ് കൂടിയാണ് പുള്ളിക്കാരത്തി. അപ്പോൾ 18ാമതായിട്ട് നമ്മൾ പറഞ്ഞതാണ് മഞ്ജുഷ മാർട്ടിൻ. ബിഗ് ബോസ് സീസൺ 6ൽ നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും സീസൺ 6ൽ ഉണ്ടാവാനായിട്ടുള്ള ചാൻസും ഉണ്ട്. അടുത്തത് 19ാമത് മുഹമ്മദ് ആലമീൻ. നിങ്ങൾക്കറിയാം, മറ്റേ GP റൈഡർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്ന ആളാണ്. നല്ല യുണീക്ക് ടച്ചുള്ള വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. നല്ല വീഡിയോസ്. നമുക്ക് കോമഡി ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് സീരിയസിൽ പോയിട്ട് അവസാനം കൊണ്ടുപോയി കോമഡിയിൽ അവസാനിപ്പിക്കുന്ന നല്ല ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ് ആലമീൻ എന്ന് പറയുന്നത്. ബിഗ് ബോസ് സീസൺ 6ൽ നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും സീസൺ 6ൽ വരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ്.
ഇത് നമുക്ക് നമ്മുടെ ലിസ്റ്റിൽ 20ാമതായിട്ട് പറയാനായിട്ടുള്ള ഒരു വ്യക്തിയാണ് തൊപ്പിനെ ബിഗ് ബോസിൽ വിളിച്ചിട്ടുണ്ടെന്ന് തൊപ്പി തന്നെയാണ് തൊപ്പിയുടെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വരികയാണെങ്കിൽ ബിഗ് ബോസിൻ്റെ കപ്പ് ഞാൻ പൊക്കിയിരിക്കും എന്നും തൊപ്പി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ 6ൽ നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. പക്ഷേ തൊപ്പി ഇത് സോഷ്യൽ മീഡിയയിൽ ഇത് റിവീൽ ചെയ്ത കാരണം കൊണ്ട് ബിഗ് ബോസിൻ്റെ റൂൾസ് അനുസരിച്ചിട്ട് ബിഗ് ബോസിൽ നിന്ന് വിളിച്ച ഒരാളും അങ്ങനെ ഒരു കോൾ വന്നു എന്ന് പറഞ്ഞ് റിവീൽ ചെയ്യാൻ പാടില്ല. പക്ഷേ തൊപ്പി അങ്ങനെ ചെയ്തു. അതുകൊണ്ട് തന്നെ തൊപ്പിനെ എത്രത്തോളം ബിഗ് ബോസ് തൊപ്പിനെ കൊണ്ടുവരുന്നതിൽ ഇൻട്രസ്റ്റ് കാണിക്കുമെന്നറിയില്ല. തീർച്ചയായിട്ടും കൊണ്ടുവരാണെങ്കിൽ നല്ല കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വ്യക്തിയാണ്. നല്ലൊരു അസറ്റ് തന്നെ ആയിരിക്കും ബിഗ് ബോസ് സീസൺ 6ന്. പിന്നീട് നമുക്ക് പറയാനുള്ളത് ക്രിസ്റ്റി സെബാസ്റ്റ്യൻ ഇപ്പം ഇറങ്ങുന്ന എല്ലാ മൂവീസിലും തൻ്റേതായിട്ടുള്ള കുഞ്ഞു വേഷങ്ങൾ ചെയ്തു വരുന്നൊരു വ്യക്തിയാണ്. ബിഗ് ബോസ് സീസൺ 6ൽ നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. എന്തായാലും ബിഗ് ബോസ് സീസൺ 6ലേക്ക് വരാനായിട്ടുള്ള ചാൻസസും കൂടുതലാണ്. ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ ഒന്ന് ഫെയിം ആയിട്ട് വരുന്നേ ഉള്ളൂ. ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോം കിട്ടുകയാണെങ്കിൽ തൻ്റെ ആ ഒരു സിനിമ കരിയറിനെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ക്രിസ്റ്റി സെബാസ്റ്റ്യന് പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ 6ൽ പ്രതീക്ഷിക്കുന്ന ഒരു പേര് തന്നെയാണ് ക്രിസ്റ്റി സെബാസ്റ്റ്യൻ എന്നുള്ളത്. അടുത്തത് 22ാമതായിട്ട് ഹെയ്ദി സാദിയ ഒരു ട്രാൻസ്ജെൻഡറാണ്. അതിലുപരി സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളും അതുപോലെ തന്നെ നമുക്ക് മോട്ടിവേഷൻ ആയിട്ടുള്ള വീഡിയോസൊക്കെ നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. ബിഗ് ബോസ് സീസൺ 5ൻ്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ബിഗ് ബോസ് സീസൺ 6ൽ പ്രതീക്ഷിക്കുന്നുണ്ട്. വരികയാണെങ്കിൽ അത് ബിഗ് ബോസിന് നല്ലൊരു സെറ്റായിട്ട് മാറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അടുത്തത് 23ാമതായിട്ട് പറയാനുള്ളത് ബിനു അടിമാലിയും ബിഗ് ബോസ് സീസൺ 4ഉം 5ഉം പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു. ബിഗ് ബോസ് സീസൺ 6ലേക്ക് വരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ്. എന്തായാലും ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. ഇനി വരുന്നതും വരാതിരിക്കുന്നതൊക്കെ ബിനു അടിമാലിൻ്റെ പോലെ ഇരിക്കും. ബിനു അടിമാലിയൊക്കെ വരികയാണെങ്കിൽ നല്ല ഹൈ പേയ്മെൻ്റ് ഒക്കെ കൊടുത്ത് കൊണ്ടുവരുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രൊഡിക്ഷൻ ലിസ്റ്റിലും ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓഡിഷൻ കോളും പോയിട്ടുണ്ട്. ഇനി അടുത്തത് രാജേഷ് ഹെബ്ബാറും പറയുന്ന പോലെ തന്നെ ഏഷ്യാനെറ്റിൽ ഒട്ടനവധി സീരിയലുകളിൽ അഭിനയിക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഉപ്പും മുളകും എന്ന് പറഞ്ഞ ആ ഒരു പരിപാടിയിലും ഇപ്പോൾ വേഷം വിട്ട് അഭിനയിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഏഷ്യാനെറ്റിൻ്റെ സീരിയലുകളിൽ പണ്ട് ഇറങ്ങുന്ന മിക്ക സീരിയലുകളിലും വേഷം വിട്ട ഒരാൾ തന്നെയായിരുന്നു. പിന്നീട് ചെറിയ രീതിയിൽ സിനിമയിലും അഭിനയിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് രാജേഷ് ഹെബ്ബാർ എന്ന് പറയുന്നത്. ബിഗ് ബോസ് സീസൺ 6ൻ്റെ ഓഡിഷൻ കോളിന് പോയിട്ടുണ്ട്. എന്തായാലും വരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ്. അടുത്തത് പറയാനുള്ളത് സാന്ത്വനം സീരിയലിൽ ഒരു റോള് ചെയ്യുന്ന അച്ചു സുഗന്ധിൻ്റെ പേരാണ്. അച്ചു സുഗന്ധ് സ്വാതന്ത്ര്യത്തിൽ ഇത്രയും നല്ലൊരു വേഷം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വരുമെന്ന് ഒട്ടനവധി പേര് ചോദിക്കും. പക്ഷേ സ്വാതന്ത്ര്യം എന്നുള്ള സീരിയൽ ഏകദേശം അവസാനിക്കാറായി, ഷൂട്ടൊക്കെ തീർന്നിരിക്കുകയാണ്. ആ ഒരു സമയത്ത് എന്തായാലും ബിഗ് ബോസിൽ നിന്ന് ഓഡിഷൻ കോൾ വന്നിട്ടുണ്ടെങ്കിൽ അച്ചു സുഗന്ധ് വരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ്. ബിഗ് ബോസ് സീസൺ 6ൽ എന്തായാലും ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. ബിഗ് ബോസിൽ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും പുള്ളിക്കാരൻ. പുള്ളിയുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ എന്തായാലും നല്ലൊരു ആക്റ്റീവ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റാണ്. കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അടുത്തത് പറയാനുള്ള ബീന ആൻ്റണിനെ എന്തായാലും കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം സീസൺ 4ലും 5ലും ഒക്കെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതിലുപരി ബിഗ് ബോസിൻ്റെ കണ്ടന്റുകൾ റിവ്യൂ ചെയ്യാറുണ്ട്. നമ്മുടെ ബീന ആൻ്റണിൻ്റെ ദി ഹസ്ബൻഡ് കണ്ടന്റ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് കുറേയധികം വീഡിയോസിൽ പുള്ളിക്കാരത്തിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസിനെ പറ്റി അറിയാവുന്നതുമാണ്. പിന്നെ ഒരു സീനിയർ സിറ്റിസനെ അല്ലെങ്കിൽ ഒരു സീനിയർ വുമണെ എല്ലാ സീസണുകളിലും ബിഗ് ബോസ് കൊണ്ടുവരാറുണ്ട്. കാരണം ആദ്യം ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ബിഗ് ബോസ് വീടിനെ ഒന്ന് നിയന്ത്രിച്ച് കൊണ്ടുവരാനായിട്ട് ഒരു സീനിയർ വുമൺ എല്ലാ ബിഗ് ബോസ് ഇതിലും കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ സീസൺ 1-ലായാലും 2-ലായാലും 3-ലായാലും 4-ലായാലും അങ്ങനെ എല്ലാ സീസണുകളിലും കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു സീസണുകളിലും അങ്ങനെ നല്ല രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയായിരിക്കും ബീന ആൻ്റണി. അപ്പോൾ ബീന ആൻ്റണി ബിഗ് ബോസ് സീസൺ 6ലേക്ക് വരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ്. അടുത്തത് 27ാമതായിട്ട് പറയാനുള്ളത് അലീഷ നായറിനെ പറ്റി പറയുകയാണെങ്കിൽ ബിഗ് ബോസ് ഹിന്ദിയുടെ ഓഡിഷന് വരെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം അവസാന ഘട്ടം വരെ എത്തിയതാണ്. ബിഗ് ബോസ് സീസൺ 6 മലയാളത്തിൽ നിന്നായാലും കോൾ പോയിട്ടുണ്ട്. ബിഗ് ബോസ് സീസൺ 6ലേക്ക് വരാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു അസറ്റ് തന്നെ ആയിരിക്കും. പിന്നെ അടുത്ത് പറയാനുള്ളത് മാലാ പാർവതി. നമ്മൾ നേരത്തെ ബീന ആൻ്റണിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സീനിയർ സിറ്റിസനെ കൊണ്ടുവരാനുണ്ടോ അല്ലെങ്കിൽ സീനിയർ വുമണെ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസിന് ചൂസ് ചെയ്യാൻ പറ്റുന്ന 2 പേരിൽ ഒരാളായിരിക്കും മാലാ പാർവതി അല്ലെങ്കിൽ ബീന ആൻ്റണി. ഇവർ 2 പേരിൽ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് ഉദ്ദേശിക്കുന്ന കാര്യം അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് നിയന്ത്രിച്ച് കൊണ്ടുപോവുക എന്നുള്ള ഒരു ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും അവർ 2 പേരും. അപ്പോൾ മാലാ പാർവതിയാണ് 28ാമത്. ബിഗ് ബോസ് സീസൺ 6ൽ നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും സീസൺ 6ൽ പ്രതീക്ഷിക്കുന്ന ഒരു പേര് തന്നെയാണ്. അടുത്തത് 29ാമതായിട്ട് പറയാനുള്ളത് അമല ഷാജിയും ബിഗ് ബോസ് സീസൺ 4ലേക്ക് വരുന്നു, 5ലേക്ക് വരുന്നു. 5ൽ ലാലേട്ടൻ്റെ പ്രൊമോ വരെ വന്നപ്പോൾ അത് അമല ഷാജിയാണെന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ അത് സുനൈസ് VPക്കുള്ള ആ ഒരു പ്രൊമോ ആയിരുന്നു. അപ്പോൾ അമല ഷാജി അന്ന് വരാനായിട്ട് പറ്റിയില്ല. അന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ബിഗ് ബോസ് സീസൺ 6ൽ നിന്നും ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്.
വരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസിന് പറ്റിയൊരു അസറ്റ് ആയിരിക്കും. കാരണം ഏകദേശം 5 മില്യണോളം ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിലുള്ള ഒരു വ്യക്തിയാണ്. അതിലുപരി നല്ല ഫാൻസും ഉണ്ട്. ഇപ്പോൾ നല്ല കോൺട്രവേഴ്സീസിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ആപ്പ് പ്രൊമോഷൻ, എന്താണ് നമ്മുടെ ബെറ്റിംഗ് ആപ്പുകളെയും അങ്ങനെയുള്ള കുറേ പ്രൊമോഷൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് നല്ല കോൺട്രവേഴ്സീസിൽ ഇപ്പോൾ ഏർപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് അമല ഷാജി. ബിഗ് ബോസിലേക്ക് വരികയാണെങ്കിൽ നല്ലൊരു അസറ്റ് തന്നെയായിരിക്കും. അടുത്തൊരു ആങ്കർ ആയിട്ടുള്ള അജിൻ വർഗീസ്, വെറൈറ്റി മീഡിയ എന്ന യൂട്യൂബ് ചാനലിലെ ആങ്കറാണ്. ഇപ്പോൾ നമ്മുടെ സജന ഫിറോസ് എന്ന ആ ഒരു കോൺട്രവേഴ്സീസിലൊക്കെ നല്ല രീതിയിൽ ഉൾപ്പെട്ട ഒരാൾ തന്നെയാണ്. അതിലുപരി നമ്മുടെ ചാണ്ടി ഉമ്മനായിട്ടുള്ള ഇൻ്റർവ്യൂ, അതൊക്കെ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കണ്ടൻറ് ഉണ്ടാക്കി ഓടിക്കളിച്ചിരുന്ന സാധനങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അജിൻ വർഗീസ് ഇപ്പോൾ ബിഗ് ബോസിൽ വരികയാണെങ്കിൽ നല്ലൊരു കണ്ടൻറ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റ് തന്നെ ആയിരിക്കും. അതിലുപരി ബിഗ് ബോസ് താരങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യുന്നതുകൊണ്ട് ബിഗ് ബോസിൻ്റെയൊക്കെ കുറേയൊക്കെ കാര്യങ്ങൾ അജിൻ വർഗീസിനും അറിയാൻ പറ്റും. ബിഗ് ബോസ് സീസൺ 6 നിന്ന് ഓഡിഷനും കൂടി പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും സീസൺ 6 പ്രതീക്ഷിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. അടുത്തത് പറയാനായിട്ടുള്ളത് വീണയും അതുപോലെ തന്നെ നമ്മുടെ ഹെയിൻവേർഡ് ഐസിലെ വീണയാണ്. പുള്ളിക്കാരത്തെയും ബിഗ് ബോസിലെ താരങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യുന്നതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഷോ എന്താണെന്നും ഒക്കെ അറിയാവുന്ന ഒരാൾ തന്നെ ആയിരിക്കും. ബിഗ് ബോസിലേക്ക് വരികയാണെങ്കിൽ നല്ല സെറ്റായിരിക്കും, നല്ല ടോക്കിംഗ് സെൻസ് ഉള്ളതാണ്. ബിഗ് ബോസ് സീസൺ 6 നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും സീസൺ 6 ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഹെയിൻവേർഡ് ഐസ് എന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് പോയിട്ടുണ്ട്, സ്വന്തമായിട്ടൊരു ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റിയൊരു സ്പേസ് തന്നെയായിരിക്കും ബിഗ് ബോസ്. കോള് പോയിട്ടുണ്ട്, തീർച്ചയായിട്ടും വരുമെന്നാണ് തോന്നുന്നത്. അടുത്തത് ഋഷി കുമാർ, ഉപ്പും മുളകും എന്ന പരിപാടിയിൽ ആദ്യം ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ ഇല്ല. അതിൽ നിന്ന് മാറ്റി പുള്ളിക്കാരനെ. അതിൻ്റെ കോൺട്രവേഴ്സീസിലൊക്കെ നല്ല രീതിയിൽ കണ്ടൻറ് ഉണ്ടാക്കിയതാണ് യൂട്യൂബിൽ കുറച്ച് നാളുകൾ മുന്നേ. ഋഷി കുമാറിനും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് പുള്ളിക്കാരൻ. പിന്നെ അതിലുപരി ഒരു ഡാൻസറാണ്. പിന്നീട് മറ്റുള്ള ഷോകളിലൊക്കെ ഇപ്പോൾ അഭിനയിക്കുന്നുണ്ട്. ഋഷി കുമാറിന് കോള് പോയിട്ടുണ്ട്. നല്ല ഫാൻ ബേസ് ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കുള്ളൂ വരികയാണെങ്കിൽ. കാരണം ഇൻസ്റ്റാഗ്രാമിലായാലും മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നല്ല രീതിയിൽ ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ ബിഗ് ബോസിലേക്ക് വരികയാണെങ്കിൽ അടിപൊളി ഒരു സെറ്റായിരിക്കും. അടുത്തത് കെ എൽ ബ്രോസിൽ ബിജുവിനെയാണ് ബിഗ് ബോസിൽ നിന്ന് വിളിച്ചിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള, ഏകദേശം 35 മില്യണോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള കേരളത്തിലെ ആദ്യത്തെ യൂട്യൂബറാണ് ബിജു. അപ്പോൾ കെ എൽ ബ്രോസ് ബിജുവിനെ വിളിച്ചിട്ടുണ്ട്. ബിജു വരികയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. കാരണം കയറുമ്പോൾ തന്നെ നല്ല രീതിയിലൊരു ബിഗ് ബോസിൻ്റെ വോട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബിജു ഒക്കെ നോമിനേഷനിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കയറിപ്പോരും. കാരണം നല്ല രീതിയിൽ ബിജുവിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ കേരളത്തിൽ ഒരുപാടുണ്ട്. അപ്പോൾ വരികയാണെങ്കിൽ ബിഗ് ബോസിൻ്റെ വിന്നർ ആവാനായിട്ട് വരാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ നല്ല കണ്ടന്റുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കും ബിജു. പിന്നീട് അടുത്തത് പറയാനായിട്ടുള്ളത് നമ്മുടെ അജ്മൽ ഖാനെ നിങ്ങൾക്കറിയാം. അഖിൽ മാരാർ, ഡോക്ടർ റോബിനൊക്കെ ഷാർജ സിറ്റി സെൻറ്ററിലൊക്കെ പോയ സമയത്ത് ഇവരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഇടപെട്ടുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതിലുപരി നമ്മുടെ കേരളത്തിലായാലും കുറച്ചധികം കോൺട്രവേഴ്സീസിലൊക്കെ ഉൾപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. നമ്മുടെ സെറീനയൊക്കെ ആയിട്ടുള്ളതൊക്കെ ഒരുപാടധികം വീഡിയോസ് നിങ്ങൾ കണ്ടു കാണും. പുള്ളിക്കാരൻ ഇപ്പോൾ കേരളത്തിൽ ഏകദേശം ഫെയിമായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള യൂട്യൂബ് അല്ല ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെയൊക്കെ ഫ്രണ്ട്സായിട്ട് വെച്ചുകൊണ്ട് നല്ല രീതിയിൽ ഫെയിമായിട്ട് വന്നിട്ടുണ്ട്. ബിഗ് ബോസിൽ നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും സീസൺ 6 വരാനായിട്ട് ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. അടുത്തത് നയന ജോൺസൺ, ഒരു ഡാൻസറാണ്. ബിഗ് ബോസ് സീസൺ 4 നിന്നും ഓഡിഷൻ കോൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോള് ഏറ്റെടുത്തില്ല. എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് കൂടെവിടെ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 6 നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അന്ന് കൂടെവിടെ സീരിയലുകളിലും മറ്റേലൊക്കെ ആയിട്ട് കുറേ ഷോകളിലും മറ്റേ D4 ഡാൻസിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാരണം ഇവിടുന്ന് അന്ന് പുള്ളിക്കാരത്തി അത് കാര്യമാക്കാതിരുന്നത്. പക്ഷേ ഇന്ന് എന്തായാലും ബിഗ് ബോസ് സീസൺ 6 വരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ്. പിന്നെ അടുത്തത് പറയാനായിട്ടുള്ളത് അന്ന പ്രസാദും നയന ജോൺസനെ പോലെ തന്നെ ഒരു ഡാൻസറാണ്. D4 ഡാൻസിലൊക്കെ ഉണ്ടായിരുന്നൊരു വ്യക്തി തന്നെയാണ്. ഇപ്പോൾ സിനിമയിലൊക്കെ റീസെൻ്റായിട്ട് അഭിനയിച്ചു വരുന്നുണ്ട്. അതിനു മുമ്പ് കുറേ ഷോർട്ട് ഫിലിമുകളിലും കാര്യങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ബിഗ് ബോസ് സീസൺ 6 നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും സീസൺ 6 വരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ്. അടുത്തത് അഭിഷേക് ശ്രീകുമാറും അത്ര വലിയ ഫെയിം എന്നൊന്നും പറയുന്നില്ല. പക്ഷേ അഭിഷേക് ശ്രീകുമാർ ഒരു ഫിറ്റ്നസ് മോഡലാണ്, ജിമ്മനാണ്. അപ്പോൾ ജിമ്മന്മാരെ പൊതുവെ കൊണ്ടുവരാറ് ബിഗ് ബോസിൻ്റെ ഒരു ശൈലിയാണ്. അപ്പോൾ അഭിഷേക് ശ്രീകുമാറിനെ നമുക്ക് എന്തായാലും ബിഗ് ബോസ് സീസൺ 6 പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് സിജോ ജോൺസൺ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ജിമ്മനാണ്. ജിമ്മന്മാരെ പൊതുവെ ബിഗ് ബോസിന് ഇഷ്ടമുള്ള ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ്. അവരെയൊക്കെ വെച്ചിട്ട് നമുക്ക് ട്രയാങ്കിളും റെക്റ്റാങ്കിളും മറ്റേ ലവ് ട്രയാങ്കിളൊക്കെ ഇല്ല, ആ പരിപാടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ സിജോ ജോൺസൺ ബിഗ് ബോസ് സീസൺ 6 നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അടുത്തത് വിഷ്ണു മോഹൻ ബിഗ് ബോസിലല്ല യൂട്യൂബിൽ നല്ല രീതിയിലുള്ള ഷോർട്ട് വീഡിയോസ് ഇടുന്ന ആളാണ്. നല്ല ചിരിച്ച് ചാവാൻ പറ്റുന്ന രീതിയിലുള്ള ഷോർട്ട് വീഡിയോസ് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. നല്ലൊരു ക്രൂവും കൂടി ഉണ്ട് പുള്ളിക്കാരനത് ചെയ്തെടുക്കാൻ വേണ്ടി, നല്ല രീതിയിൽ ആക്ട് ചെയ്യാനുള്ള.
പറ്റുന്ന ഒരു ക്രൂ മെമ്പേഴ്സും കൂടി ഉള്ളതാണ് പുള്ളിയുടെ വിജയവും. ഏകദേശം 10 ലക്ഷത്തിലേറെ ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഉള്ളൊരു വ്യക്തി തന്നെയാണ്. ബിഗ് ബോസിൽ വരികയാണെങ്കിൽ അടിപൊളി ഒരു സെറ്റ് തന്നെ ആയിരിക്കും ബിഗ് ബോസിനെ സംബന്ധിച്ചുകൊണ്ട്. പിന്നീട് അടുത്തതായിട്ട് നമുക്ക് പറയാനായിട്ടുള്ള പേരാണ് ശ്രീലക്ഷ്മി അറക്കൽ. ശ്രീലക്ഷ്മി അറക്കൽ നിങ്ങൾക്ക് അറിയാം, ഒരു ഫെമിനിസ്റ്റാണ്. പുള്ളിക്കാരത്തി ബിഗ് ബോസിൽ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷേ നാക്കിന് ഒന്ന് ചങ്ങലിടേണ്ടി വരും. കാരണം വായ തുറന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോശം വാക്കുകൾ വരുന്ന ഒരു ശീലമുണ്ട് പുള്ളിക്കാരത്തിക്ക്. അതൊന്ന് പിടിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൽ നല്ല കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കും. എന്തായാലും ബിഗ് ബോസ് സീസൺ 6 നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. എന്തായാലും ബിഗ് ബോസിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒട്ടനവധി ആളുകൾ ഈ പുള്ളിക്കാരത്തി ഈ ഒരു ബിഗ് ബോസിൽ ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. വരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ്. അടുത്തത് പറയാനായിട്ടുള്ളത് 49ാമതായിട്ട് സജിൻ നമ്മുടെ സ്വാതന്ത്ര്യം സീരിയലിൽ ശിവനായിട്ട് നല്ല കത്തി നിൽക്കുന്ന ക്യാരക്ടർ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ സ്വാതന്ത്ര്യം സീരിയൽ അതിൻ്റെ എൻഡിങ്ങിലേക്ക് എത്തിയിരിക്കുന്നു, അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഷൂട്ടിംഗ് ഒക്കെ അവസാനിച്ചു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം സീരിയലിൽ അവസാനിച്ചാൽ എന്തായാലും സജിൻ വരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ്. കാരണം പുള്ളിക്കാരൻ്റെ ഇനിയുള്ള അങ്ങോട്ടുള്ള മുന്നോട്ട് പോകുമ്പോൾ സിനിമ ഇൻഡസ്ട്രിയിലേക്കൊക്കെ പോകാനായിട്ട് ഒരു ബിഗ് ബോസ് നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും. അതിലുപരി നല്ല ഫാൻ ബേസ് ഉള്ള ഒരു ആക്ടർ കൂടിയാണ്. സീരിയൽ ആക്ടർ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരന് ഒരുപാടധികം ഫാൻ ബേസ് ഉണ്ട്. അപ്പോൾ ബിഗ് ബോസിലേക്ക് വരികയാണെങ്കിൽ ഒരു അടിപൊളി അസറ്റ് തന്നെ ആയിരിക്കും. ബിഗ് ബോസ് സീസൺസിൽ നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്, തീർച്ചയായിട്ടും വരാൻ ചാൻസ് ഉണ്ട്. അടുത്തത് 42ാമതായിട്ട് പറയാനായിട്ടുള്ളത് നൂബിൻ വർഗീസും നിങ്ങൾക്കറിയാം, പണ്ടത്തെ കുടുംബവിളക്ക് സീരിയലിൽ അഭിനയിച്ചിരുന്ന ആളാണ്. കുടുംബവിളക്ക് റീലോഡഡ് എന്ന് പറഞ്ഞുള്ള രീതിയിൽ ഇപ്പോഴും ഉണ്ട്. അതിനകത്തൊന്നും ഇവരിപ്പോൾ കണ്ടിട്ടില്ല. അതിലുപരി ഒരു യൂട്യൂബറാണ്, ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ്. പുള്ളിക്കാരൻ്റെ ഭാര്യയൊക്കെ ഇപ്പോൾ സീരിയലുകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. പുള്ളിയുടെ വീഡിയോസൊക്കെ കണ്ടറിയാം, ഒരു പാവമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ 6 നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. സീസൺ 6ലേക്ക് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ പ്രസൻ്റ്ലി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ സീരിയലിലായാലും മറ്റുള്ള ഷോകളിലായാലും ഒന്നും ഇല്ലെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. തീർച്ചയായിട്ടും സീസൺ 6ലേക്ക് വരാനുള്ള ചാൻസ് ഏറെയാണ്. അടുത്തതൊരു ഡി ജെ ആർട്ടിസ്റ്റാണ്, ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ്. എനിക്ക് പൊതുവെ നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഫെജോൻ്റെ കോളേജിൽ പരിപാടിക്കൊക്കെ വന്നിട്ടുണ്ട്. ഫെജോനും ബിഗ് ബോസ് സീസൺ 6 നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. ഒട്ടനവധി മലയാളം റാപ്പ് സോങ്ങുകൾ തൻ്റെ യൂട്യൂബ് ചാനൽ വഴി ഇറക്കുന്നതായിട്ടുള്ള വ്യക്തിയാണ്. പിന്നീട് ഒരുപാടധികം സ്റ്റേജ് പ്രോഗ്രാമുകളിൽ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഒട്ടനവധി ഫാൻ ബേസും ഉണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി നോക്കി കഴിഞ്ഞാൽ കാണാം. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് DJ ഫെജോ എന്ന് പറയുന്നത്. ഫെജോക്കും ബിഗ് ബോസ് സീസൺ 6 നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും വരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ്. അടുത്തത് ആദിൽ നമുക്കറിയാം, സിനിമകളിൽ വലിയ വേഷങ്ങളല്ലെങ്കിലും തൻ്റേതായിട്ടുള്ള ചെറിയ വേഷങ്ങളിൽ നല്ല രീതിയിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ് ആദിൽ. നമ്മുടെ അച്ചായൻസ് സിനിമയിലൊക്കെ ഉണ്ടായിരുന്നു. നല്ല നല്ല വേഷങ്ങൾ അഭിനയിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഒരു കോമഡി രൂപത്തിലുള്ള വേഷങ്ങളാണ് കൂടുതലും ഏറ്റെടുക്കാറുള്ളത്. ബിഗ് ബോസ് സീസൺ 6 നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും വരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ്. അടുത്ത് 45ാമതായിട്ട് പറയാനുള്ളത് അഖിൽ NRD നിങ്ങൾക്കറിയാം, യൂട്യൂബിൽ നല്ല നല്ല ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു കണ്ടൻറ് ക്രിയേറ്ററാണ്. ഏതൊരു വേഷവും തനിക്ക് പറ്റുമെന്നുള്ള രീതിയിൽ, ഇപ്പോൾ ചെറിയ വാവ മുതൽ വലിയ അപ്പാപ്പം വരെ നല്ല രീതിയിൽ ആ ഒരു ചേഞ്ച് ചെയ്ത് ഇടുന്ന ഒരു യൂട്യൂബറാണ്. വലിയൊരു ക്രൂ മെമ്പേഴ്സും അവർക്കുണ്ട്. ആ ഒരു ക്രൂ തന്നെയാണ് അവരുടെ വിജയവും. അപ്പോൾ അഖിൽ NRD നല്ലൊരു അടിപൊളി അസറ്റായിരിക്കും ബിഗ് ബോസ് സീസൺ 6ലേക്ക് വരികയാണെങ്കിൽ. അടുത്തത് അൻഷിത അഞ്ചി ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ശരിയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ദിൽഷ, റനീഷ, അൻഷിത ഇവരൊക്കെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്. ഡാൻസ് ആണെങ്കിൽ ഡാൻസ്, ഇടിയാണെങ്കിൽ ഇടി, തൊഴിയാണെങ്കിൽ തൊഴി, ചിരിയാണെങ്കിൽ ചിരി, അങ്ങനത്തെ പരിപാടിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന പാറ്റേൺ ശരിയാണെങ്കിൽ അൻഷിത അഞ്ചിയും ഈ ഒരു സീസണിൽ ഉറപ്പായിട്ടും ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. ബിഗ് ബോസ് സീസണിൽ നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അടുത്ത് 47ാമതായിട്ട് പറയാനുള്ളത് റബേക്ക സന്തോഷ് പണ്ടത്തെ കസ്തൂരിമാൻ സീരിയലിൽ അതിനകത്ത് നായകനായിട്ടുണ്ടായിരുന്ന ശ്രീറാമിനും ബിഗ് ബോസ് സീസൺ 6 നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. നമ്മുടെ റബേക്കും ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. അവസാന സമയങ്ങളിലാണ് റബേക്ക ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ 6ലേക്ക് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അടുത്തത് 48ാമതായിട്ടുള്ളത് അഭിലാഷ് പിള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മാളികപ്പുറം എന്ന് പറഞ്ഞ ആ ഒരു 100 കോടി ക്ലബിൽ കയറിയ ഉണ്ണിമുകുന്ദൻ സിനിമ എടുത്തു വെച്ച ഒരു ഡയറക്ടറാണ്. ഇനിയും പുതിയ പടങ്ങളിലേക്കൊക്കെ പോവുകയാണ് പുള്ളിക്കാരൻ. അപ്പോൾ ബിഗ് ബോസിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു ഫെയിം കൂട്ടാനായിട്ട് പറ്റും. തൻ്റെ പുതിയ പടങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അഭിലാഷ് പിള്ള എന്നുള്ള പേര് ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കാൻ. ഇപ്പം തന്നെ ഫെയിമായി, ഇനിയും കുറച്ചുകൂടി നല്ലോണം അഭിലാഷ് പിള്ള എന്നുള്ള ആ ഒരു ഹ്യൂമൻ ബീയിങ് എങ്ങനെയാണെന്നും കൂടി ആളുകളെ അറിയിക്കാനായിട്ട് ബിഗ് ബോസിലൂടെ സാധിക്കും. അപ്പോൾ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അടുത്തത് നമുക്ക് പറയാനായിട്ടുള്ളത് നമ്മുടെ സ്റ്റാർ സിംഗറിലും അതോടൊപ്പം തന്നെ സ്റ്റാർട്ട് മ്യൂസിക് പോലുള്ള പരിപാടികളിൽ DJ ചെയ്യുന്ന DJ സിബിനും നല്ല രീതിയിലുള്ള ഫാൻ ബേസ് ഉള്ള ഒരാൾ തന്നെയാണ്. നമ്മുടെ മിക്ക പ്രോഗ്രാമുകളിലും ഇപ്പോൾ
ഏഷ്യാനെറ്റ് കണ്ടക്ട് ചെയ്യുന്ന മിക്ക പ്രോഗ്രാമുകളിലും DJ കൊടുക്കുന്നത് സിബിൻ തന്നെയാണ്. അപ്പോൾ DJ സിബിനും ബിഗ് ബോസ് സീസൺ 6 നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും വരികയാണെങ്കിൽ ബിഗ് ബോസിന് പറ്റൊരു അസറ്റ് ആയിരിക്കും. നല്ല കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കും DJ സിബിൻ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് 50ാമത്തെ പേര്, അത് ഒരു പെർട്ടിക്കുലർ പേഴ്സൻ്റെ പേര് പറയാനായിട്ടുള്ള പോകുന്നത്. അതിന് അവസരം നിങ്ങൾക്കാണ്, അതായത് കോമണേഴ്സിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. 50ാമനായിട്ട് ഞാൻ നിങ്ങളുടെ ഒരാളുടെ പേരാണ് പറയുന്നത്. ആരാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആരെങ്കിലും ഒരാൾ, ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും ഒരാളായിരിക്കാം ചിലപ്പോൾ ആ ഒരു കോമണർ, അല്ലെങ്കിൽ അല്ലായിരിക്കാം. പക്ഷേ നിങ്ങളാണ് കോമണേഴ്സ്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു സൈറ്റിലേക്ക് പോകേണ്ടത് bb6.startv.com എന്നുള്ള ഈ ഒരു സൈറ്റിലേക്ക് പോകാം. ആദ്യം തന്നെ ആ ഒരു കാണുന്ന പോലെ തന്നെ നിങ്ങളുടെ പേര് കൊടുക്കാം, ഫോൺ നമ്പർ കൊടുക്കാം. അത് കഴിഞ്ഞ് എൻ്റർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു OTP വരും. ആ ഒരു OTP വെരിഫൈ ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ഒരു വീഡിയോ താഴെ ഫയലിൽ എടുക്കാം. അതിൽ നിന്ന് അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് ആ ഒരു സൈറ്റിലേക്ക്. 3 മിനിറ്റിൽ താഴെയുള്ള വീഡിയോ, നിങ്ങൾ എന്തുകൊണ്ടാണ് ബിഗ് ബോസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും യൂട്യൂബ് ചാനലുണ്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റ ID ഒക്കെ ഉണ്ടോ, അങ്ങനെയൊക്കെ നല്ല നല്ല ഫോളോവേഴ്സൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ചാൻസസ് ഏറെ ആയിരിക്കും അപ്പോൾ പോകാനായിട്ടുള്ളത്. എന്തായാലും ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അല്ലെങ്കിൽ OTP വരുത്താൻ ഫോൺ നമ്പർ കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഇമെയിൽ ID കൊടുത്താലും മതി. അതിനുള്ള ഓപ്ഷനൊക്കെ ആ ഒരു പരിപാടിയിലുണ്ട്. നിങ്ങൾക്ക് നോക്കി കണ്ടൊക്കെ ചെയ്യാം. അപ്പോൾ 50ാമതായിട്ട് പറയുന്നത് കോമണേഴ്സ് എന്ന നിങ്ങളെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. 49 കണ്ടസ്റ്റൻസിനെയും ഒരാളായിട്ട് കോമണേഴ്സിനെയും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. ഇനി പ്രൊഡിക്ഷൻ ലിസ്റ്റുകളില്ല. ഇനി കൺഫേംഡ് ലിസ്റ്റുകൾ അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇപ്പോഴായിരിക്കില്ല. ഫെബ്രുവരിയൊക്കെ അടുത്ത് ബിഗ് ബോസ് തുടങ്ങുന്ന സമയം 25-ാം തീയതി ഞായറാഴ്ച അടുപ്പിച്ചൊക്കെ ആയിരിക്കും അത് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് വീണ്ടും കാണാം. ബിഗ് ബോസ് സീസൺ 6ൻ്റെ ലൈവ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് എന്തായാലും നമ്മളുണ്ടാവും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാതെ കണ്ടവർ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം. വീഡിയോയുടെ ലെങ്ത്ത് കുറച്ച് കൂടിപ്പോയി എന്ന് വെച്ചാൽ ഇത്രയും പേരുകൾ ഉൾപ്പെടുത്തിയും അവരുടെ പേര് മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഇവർ എവിടെ നിന്നുള്ളതാണ്, എങ്ങനെയാണ് ഈ ഒരു ബിഗ് ബോസിലേക്ക് വരാനായിട്ട് യോഗ്യത, അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരണമല്ലോ. അതുകൊണ്ടാണ് ഈ വീഡിയോന് ഇത്രയും ലെങ്ത്തായി പോയത്. ഇത്രയും ലെങ്ത്തുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഇതുവരെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അതൊന്നാമത്തെ കാര്യം. ഇത്രയും പേരുടെ പേര് ഉൾപ്പെടുത്തിയതുകൊണ്ടാണ് ഇത്രയും വലിയ ലെങ്ത്തിലേക്ക് വീഡിയോ പോയത്. ഇനിയും കുറേ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 ഫെബ്രുവരി 25-ാം തീയതി ഞായറാഴ്ച ഗ്രാൻഡ് ലോഞ്ചിങ് ആണ്. അപ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്തേക്കാം. ടാറ്റ, ബൈ ബൈ, താങ്ക് യു.